ഇപ്പോൾ 4 ഫീൽഡിലാണ് നമ്മൾ ഉറപ്പായും അവർക്ക് ജോലി കിട്ടും എന്നുള്ള ഗ്യാരണ്ടീഡ് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ സ്റ്റുഡൻസിനെ കൊണ്ടുപോകുന്നത്. പക്ഷെ നമ്മൾ കൊടുക്കുന്നത് 3.5-4 ലക്ഷം ഇന്ത്യൻ രൂപ മാസ ശമ്പളമുള്ള ജോലിയിലേക്ക് അവരെ കൊണ്ടുപോകുന്നത്. ആ അഷ്വറൻസ് കൊടുത്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ അൽബേനിയയുടെ പൊതുവെ ഒരു ചോദ്യം വരുന്നത് എന്തുകൊണ്ട് ഇപ്പോൾ അൽബേനിയ കൂടുതലായിട്ട് സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് അൽബേനിയയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് കുറച്ച് വളരെ പ്രധാനപ്പെട്ട ഉത്തരങ്ങൾ എനിക്ക് പറയാം. ഹായ് ഓൾ, വെൽക്കം ടു എലോറിയ പോഡ്കാസ്റ്റ്. നമ്മൾ ഇവിടെ നമ്മുടെ ജോബ് ഗ്യാരണ്ടി സ്റ്റഡി അബ്രോഡ് പ്രോഗ്രാമിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് ഉണ്ട്, അതൊന്ന് ക്ലാരിഫൈ ചെയ്യാനാണ് നമ്മൾ ഈ പോഡ്കാസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്നെ ആദ്യം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ഹാദി, ഞാൻ എലോറിയത്ത് ഓപ്പറേഷൻ മാനേജറാണ്. നമ്മളെ കൂടെ ഉള്ളത് നമ്മുടെ എലോറിയയുടെ ചെയർമാനായിട്ടുള്ള അഷ്റഫ് സാറാണ്. ഹായ്. ഓക്കെ, നമ്മളിപ്പം ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പോഡ്കാസ്റ്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ അൽബേനിയയിൽ നമ്മുടെ പ്രോഗ്രാം എന്ത് ചെയ്യുക 3 years പഠനത്തിന് ശേഷമുള്ള പ്ലേസ്മെന്റും അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ പോഡ്കാസ്റ്റിലേക്ക് കിടക്കാം. ഓക്കെ സാർ, ആദ്യം ജസ്റ്റ് ഒരു ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് ഒന്ന് കൊടുത്തേക്ക് സ്റ്റുഡൻസിന് അറിയാൻ. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അൽബേനിയൻ പ്രോഗ്രാമിനെ പറ്റി മാത്രമാണ് അല്ലേ? അതെ, നമുക്ക് ഡീറ്റെയിൽ. ഓക്കെ. അപ്പോൾ നമ്മുടെ സ്റ്റഡി അബ്രോഡ് പ്രോഗ്രാമിലേക്ക്, അല്ലെങ്കിൽ അതിൽ ജോബ് ഗ്യാരണ്ടീഡ് സ്റ്റഡി അബ്രോഡ് പ്രോഗ്രാമിലേക്ക് നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഇതാണല്ലോ അൽബേനിയയുടെ പ്രോഗ്രാം. ഓക്കെ. അപ്പോൾ അത് അൽബേനിയയിൽ ചില കോഴ്സുകൾക്ക് നമ്മളിപ്പോൾ കൊടുക്കുന്നത്, അവരത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർക്ക് ജർമ്മനിയിൽ ജോലി കിട്ടുന്നത്. അൽബേനിയയിൽ നമ്മൾ IT, എഞ്ചിനീയറിംഗ്, നഴ്സിംഗ് ഈ 3 ഫീൽഡുകൾ, അതേപോലെ ഫിസിയോതെറാപ്പി. ശരി, ഫിസിയോതെറാപ്പി. ഇപ്പോൾ 4 ഫീൽഡിലാണ് നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഫിസിയോതെറാപ്പി ആഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ 4 ഫീൽഡിലാണ് നമ്മൾ ഉറപ്പായും അവർക്ക് ജോലി കിട്ടും എന്നുള്ള ഗ്യാരണ്ടീഡ് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ സ്റ്റുഡൻസിനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ അൽബേനിയയുടെ പൊതുവെ ഒരു ചോദ്യം വരുന്നത് എന്തുകൊണ്ട് ഇപ്പോൾ അൽബേനിയ കൂടുതലായിട്ട് സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് അൽബേനിയയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് കുറച്ച് വളരെ പ്രധാനപ്പെട്ട ഉത്തരങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ അവർക്ക് യൂറോപ്യൻ ഡിഗ്രിയാണ് കിട്ടുന്നത് അല്ലെ? ഒരു യൂറോപ്യൻ ഡിഗ്രി കിട്ടാൻ വേണ്ടി പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നമുക്കറിയാം നമ്മുടെ ഈ +2 പഠിച്ചു പോയാൽ അവർക്ക് ഡയറക്റ്റ് ഗ്രാജുവേഷന് ചേരാൻ പറ്റില്ല. ആ ഒരു വർഷത്തെ എക്സ്ട്രാ ഫൗണ്ടേഷൻ അത് പല രാജ്യങ്ങളിലും ഉണ്ട്. അപ്പൊ അതിവിടെ വരുന്നില്ല. അതിന്റെ കൂടെ തന്നെ ഇത് 3 വർഷത്തെ പ്രോഗ്രാമാണ്, 4 വർഷമില്ല. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ജോർജിയയിൽ ഒരുപാട് സ്റ്റുഡൻസിനെ കൊണ്ടുവരുന്നത് 4 വർഷത്തെ പ്രോഗ്രാമാണ്, ഇത് 3 വർഷത്തെ പ്രോഗ്രാമാണ്. അങ്ങനെ ഒരു വ്യത്യാസം ഇതിലുണ്ട്. അതെ, അവരുടെ ലൈഫിൽ 1 വർഷം നേരത്തെ അവർക്ക് ജോലി കിട്ടാണ്. ഇത് ഈ പോയിന്റ് പറയണം, നമ്മൾ 3 വർഷം ഇതുള്ളൂ പറയുകയാണെങ്കിൽ അതിന്റെ ഒരു ദോഷ സൈഡും കൂടെ പറയണല്ലോ. അപ്പൊ ഇവര് 3 വർഷം പഠിക്കുന്നുള്ളൂ, പക്ഷേ ഇത് കാരണം 3 വർഷം മാത്രം പഠിച്ചുകൊണ്ട് അവർ മാസ്റ്റേഴ്സ് ഒരു 1 year എക്സ്ട്രാ പഠിക്കേണ്ടി വരും. 4 കൊല്ലത്തെ ഡിഗ്രി. നമ്മൾ എല്ലാവരും മാസ്റ്റേഴ്സിന് പോകുന്നവരല്ലല്ലോ. ഇപ്പൊ ഈ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ജോലിയിൽ കയറി പിന്നെ അതുവഴി എങ്ങനെ ജോലിയോട് പാരലായിട്ട് ഒരു 3, 4, 5 വർഷം പഠിച്ചാലും ഒരിക്കലും പ്രശ്നമില്ല, ഇൻകം വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? പക്ഷെ ഇതല്ല, 4 വർഷമാണ് ഗ്രാജുവേഷൻ പ്രോഗ്രാം ചെയ്യുന്നതെങ്കിൽ 1 വർഷം എക്സ്ട്രാ ആണ് അവർ ചെയ്യുന്നത്. അവർ ജോലി കിട്ടാൻ വേണ്ടി 1 വർഷം കൂടി വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ്. പിന്നെ വേറൊന്ന് ഫീയുടെ കാര്യം നോക്കും. ഇപ്പോൾ അൽബേനിയയിൽ കമ്പാരിറ്റീവ്ലി വളരെ കുറഞ്ഞ ഫീയേ ഉള്ളൂ. ഇപ്പോൾ 3500 യൂറോ എന്ന് പറയുമ്പോൾ അത് അത്ര വലിയ ഫീ അല്ല, യൂറോപ്യൻ ഗ്രാജുവേഷൻ കിട്ടുന്നു പറയുമ്പോൾ. അപ്പൊ അത് 4 വർഷം അടക്കുന്നതിന് പകരം ഇവിടെ 3 വർഷമല്ലേ അടക്കണ്ടോ? അപ്പൊ അത് അവിടെ തന്നെ 25% അവർക്ക് ലാഭിക്കാൻ പറ്റിയില്ല. ശരിയാണ്, ഇനീഷ്യൽ കോസ്റ്റ് നമുക്ക് ഭയങ്കര, പിന്നെ ജോലി ചെയ്ത് വലിയ എമൗണ്ട് ഒക്കെ ഉണ്ടാക്കിയ ശേഷം മാസ്റ്റേഴ്സ് ഒരു എക്സ്ട്രാ പഠിച്ചാൽ വലിയ പ്രശ്നമൊന്നും. അതെ, അതവർക്ക് ഫീൽ ചെയ്യൂല അങ്ങനെ എക്സ്ട്രാ ചിലവാക്കുന്നതായിട്ട്. ഇപ്പോൾ നമ്മളിപ്പോ ജോബ് അഷ്യൂർഡ് എന്ന് പറഞ്ഞാൽ വെറും എന്തെങ്കിലും ജോബ് അല്ലേ അഷ്യൂർ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ജോബ് അഷ്യൂർഡ് പ്രോഗ്രാംസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവർക്ക് കിട്ടുന്നത് ചിലപ്പോൾ 12,000 rupees അല്ലെ 20,000 rupees ഉള്ള ജോബായിരിക്കും മന്ത്ലി സാലറിയിൽ. പക്ഷെ നമ്മൾ കൊടുക്കുന്നത് 3.5-4 ലക്ഷം ഇന്ത്യൻ രൂപ മാസ ശമ്പളമുള്ള ജോലിയിലേക്ക് അവരെ കൊണ്ടുപോകുന്നത്. ആ അഷ്വറൻസ് കൊടുത്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അത് മാസം കിട്ടുന്ന ഒരാൾക്ക് പിന്നെ ഒരു മാസ്റ്റേഴ്സ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാവില്ല. അതുകൊണ്ട് ഏറ്റവും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു അക്കാഡമിക് ആസ്പെക്ട്സിൽ ചിന്തിക്കുന്ന ഒരാൾ, സെറ്റിൽമെന്റ് ആസ്പെക്ട്സിൽ ചിന്തിക്കുന്ന ഒരാൾക്ക് ഏറ്റവും ഉചിതമായ ഏറ്റവും നല്ലൊരു പ്രോഗ്രാമായിട്ട് എനിക്കിത് അൽബേനിയൻ പ്രോഗ്രാം എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച ഒരു കോഴ്സായിട്ടാണ് നമുക്ക് അൽബേനിയൻ യൂണിവേഴ്സിറ്റിയിലെ കോഴ്സിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഞാൻ ഡൗട്ട് ചെയ്യുക, നമ്മളിപ്പോൾ നാട്ടിൽ പഠിക്കുന്ന സ്റ്റുഡൻറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു അൽബേനിയ പഠിക്കുന്ന സ്റ്റുഡൻറ്റ് ഇവർക്ക് ഉണ്ടാക്കുന്ന നമ്മൾ കിട്ടുന്ന ഡിഫറൻസുകൾ ഉണ്ടാവില്ല. നമ്മൾ ഇവർക്ക് നേടാൻ എക്സ്ട്രാ എന്തൊക്കെ കിട്ടുന്നുണ്ട്, എന്തൊക്കെ നെഗറ്റീവ്സ് വരുന്നുണ്ട്, അതിന്റെ ഒരു ഐഡിയ കൂടെ നമുക്ക് കൊടുത്താൽ. അല്ല, കുറച്ചും കൂടി ക്ലിയർ ആക്കണം. ഇപ്പൊ നാട്ടിൽ പഠിക്കുന്ന കുട്ടികളെന്ന് വെച്ചാൽ IIT NIT പഠിക്കുന്ന കുട്ടികളാണോ, അല്ലെങ്കിൽ നാട്ടിൽ ബാംഗ്ലൂരൊക്കെ ഉള്ള പ്രൈവറ്റ് കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണോ, ഏതാ ഉദ്ദേശിച്ചത്? പ്രൈവറ്റ് കോളേജ്, IIT ഒക്കെ കിട്ടുന്ന കുട്ടികൾ അത് വേറൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല, നേരെ അവിടെ പഠിച്ചോളാം, അത്രേ പറയാനുള്ളൂ. ഇപ്പോൾ പിന്നെ രണ്ടാമത് പറഞ്ഞത് ഇപ്പോൾ 15 ലക്ഷം ഒക്കെ ചിലവാക്കിയിട്ട് ഇപ്പം ബാംഗ്ലൂരും മറ്റു സ്ഥലങ്ങളിലൊക്കെ
10-15 ലക്ഷം ചിലവാക്കിയിട്ട് ഒരു 4 വർഷത്തോ 3 വർഷത്തോ കോഴ്സുകൾ പഠിക്കാൻ പോകുന്ന കുട്ടികളെ പറ്റിയാണ് പറയുന്നെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് ഇപ്പം നമ്മുടെ നാട്ടിലുള്ള മിക്ക പ്രൈവറ്റ് കോളേജുകളിലും അത് വളരെ സന്തോഷത്തോടെയെല്ലാം പറയുന്നത്, പക്ഷേ അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസാണ്. അപ്പോൾ കേരളത്തിലായാലും അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലായാലും എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞ് IT എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന സിലബസുകളിൽ ഇപ്പോൾ ഇൻഡസ്ട്രി നോക്കുമ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളല്ല ഇവർ പഠിക്കുന്നത്. അത് എക്സ്പോഷർ ഭയങ്കര കുറവാണ്, വളരെ കുറവാണ്. ഇൻഡസ്ട്രി ആയിട്ട് യാതൊരു ബന്ധമില്ല. അവിടെ പഠിപ്പിക്കുന്ന ആൾക്കാർ പോലും അവർക്ക് പണ്ട് മുതലേ പഠിച്ചു വന്ന കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നല്ലാതെ അവർക്കും ഇൻഡസ്ട്രി ആയിട്ട് ബന്ധമില്ല. ഇപ്പോൾ ഈ ഒരു പോയിന്റ് മാത്രം നമ്മൾ അൽബേനി യൂണിവേഴ്സിറ്റി കമ്പയർ ചെയ്ത് നോക്കൂ. അവിടെ യൂണിവേഴ്സിറ്റിയും ഇൻഡസ്ട്രിയും അത് പാരലായിട്ട് ഇങ്ങനെ പരസ്പരം അങ്ങനെ കൈമാറിക്കൊണ്ട് പോവാണല്ലോ. അപ്പോൾ ഇൻഡസ്ട്രിയിൽ എന്താണ് പുതിയ കാര്യങ്ങൾ നടക്കുന്നത് ഒക്കെ യൂണിവേഴ്സിറ്റിയിൽ അവെയർ ആണ്, അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ, ടൈം ടു ടൈം അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വ്യത്യാസം വലുതാണ്. പിന്നെ അവിടെ പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സ്, ആ പ്രൊഫസേഴ്സ് ഇൻഡസ്ട്രിയിൽ ഓൾറെഡി അവരുടെ ഫുട് പ്രിന്റ് കൊടുത്ത ആൾക്കാരാണ്. അവർ പാരലൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെ കുറച്ച് അവിടെ വർക്ക് ചെയ്ത് പിന്നെ പഠിപ്പിക്കാൻ വന്ന് പിന്നെയും വർക്ക് ചെയ്യുന്ന അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അതേപോലെ സ്റ്റുഡൻസിന് കിട്ടുന്നത് വലിയൊരു ഇന്റർനാഷണൽ എക്സ്പോഷറാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന പോലെ നമ്മുടെ നാട്ടിലെ കുറച്ച് കുട്ടികളെ കൂടിയല്ല പഠിക്കുന്നത്. ഒരു ലോകത്തിലെ മുഴുവൻ കുട്ടികൾ അവർക്ക് അറിയുന്നത് എന്തൊക്കെ ചലനങ്ങളാണ് ഇൻഡസ്ട്രിയിൽ നടക്കുന്നത്, അല്ലെ എൻ്റെ അക്കാഡമിക്സ് നടക്കുന്നത്, എൻ്റെ ഈ പഠനത്തിന് ശേഷം ഞാൻ എവിടെ പോകണം, ഈ കാര്യങ്ങളൊക്കെ അവർക്ക് ഡേ ടു ഡേ വന്നുകൊണ്ടിരിക്കുക. അവർ തലച്ചോറിൽ വന്നിട്ടുണ്ട്. അതൊക്കെ അനലൈസ് ചെയ്ത് എക്സ്പോഷറിന്റെ കാര്യം പറയുന്നത് ഞാൻ കേട്ടത് ലാസ്റ്റ് ഇയറില്ലേ CIT അൽബേനിയത്തെ ആദ്യത്തെ പാറ്റേൺ ഡ്രോൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ഏകദേശം 1.5 കോടി രൂപ അവരങ്ങോട്ട് പോകും. അതാണ് എന്നിട്ട് അത് എനിക്ക് തോന്നുന്നു മിക്ക വേൾഡ് ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ അവർ ജയിക്കുകയും ചെയ്തു. അൽബേനിയത്തെ ആദ്യത്തെ പാറ്റന്റ് ഡ്രോൺ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ CIT സ്റ്റുഡൻസ് ആണ്. CIT സ്റ്റുഡൻസിനെ പറ്റിയും അല്ലെ CIT കരിക്കുലത്തിനെ പറ്റിയും അത് എത്ര പറഞ്ഞാലും മതിയാവില്ല. നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ ആ ഒരു അറ്റ്മോസ്ഫിയറും അല്ലെങ്കിൽ അവരുടെ ആ കോമ്പറ്റീറ്റീവ് നേച്ചറും പിന്നെ ഇൻഡസ്ട്രി ആയിട്ടുള്ള ബന്ധങ്ങളും ഇതൊക്കെ ഒരിക്കലും നമുക്ക് ഇന്ത്യയിലെ ഒരു യൂണിവേഴ്സിറ്റി ആയിട്ടോ അല്ലെ ഇന്ത്യയിലെ ഒരു കോളേജായിട്ടോ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അല്ല, അത് വേറെ. അത് ആ ഒരു ലെവലിലെ സ്റ്റുഡൻസിന് അത് അച്ചീവബിൾ ആണ്. ഇപ്പോൾ IIT NIT നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു JEE എക്സാം എഴുതുന്നത് എത്ര ലക്ഷം കുട്ടികളാണ് എഴുതുന്നത്? 12-13 ലക്ഷം കുട്ടികൾ എക്സാം എഴുതാണ്. അവർക്ക് എത്ര കുട്ടികൾക്ക് IIT കിട്ടുന്നത്, എത്ര കുട്ടികൾക്ക് NIT കിട്ടുന്നത്? എല്ലാം കൂടി ടോപ്പ് കോളേജുകളിൽ കിട്ടുന്നത് ഒരു 50,000-60,000 കുട്ടികൾക്ക് മാത്രമാണ്. എത്ര ശതമാനം വരും? ഈ 60,000 കഴിഞ്ഞിട്ട് ബാക്കി 12.5 ലക്ഷം കുട്ടികൾ മണ്ടന്മാരാണോ? അല്ലല്ലോ. അത് ഏകദേശം ഇവരുടെ അതേ ലെവലിലെ കുട്ടികളായിരിക്കും. നമ്മളിപ്പോ പിന്നെ ഇതിൽ പറയുന്നത് അൽബേനിയയിലെ മിക്ക യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോൾ 65% മാർക്ക് വേണമല്ലോ. അതിൽ കുറഞ്ഞ ആൾക്കാർ എടുക്കുന്നില്ല. ഈ 65 to ഒരു 85-90-95% വരെയുള്ള കുട്ടികളാണ് നമ്മളെ കൂടെ വരുന്നത്. അവർ +2 എന്ത് ചെയ്യാ ഉഴപ്പിയതായിരിക്കാം, അങ്ങനെയാകാം. അല്ലെങ്കിൽ ഈ പിന്നെ ഭാവിയിൽ വിജയിക്കാൻ പോകുന്ന കുട്ടികളെ നമ്മൾ സ്കൂളെ മാർക്ക് വെച്ചിട്ട് അളക്കാൻ പറ്റില്ല. എൻ്റെ ഒരു ഇത്ര കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാനിപ്പോൾ എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഒരു 30-33 വർഷമായി ടീച്ചിങ്ങും അതേപോലെ എഡ്യൂക്കേഷനുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ കുട്ടികളായിട്ടും പേരൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതും അല്ലെങ്കിൽ അന്ന് ഞാൻ പഠിപ്പിച്ച കുട്ടികൾ ഇപ്പം ഞാൻ നോക്കുന്ന സമയത്തും ഈ സക്സസ്ഫുൾ ആയ കുട്ടികൾ മുഴുവൻ 99% മാർക്ക് വാങ്ങിയവരല്ല. അതിന്റെ അർത്ഥം 99% വാങ്ങിയ കുട്ടികൾ സക്സസ്ഫുൾ ആയില്ല എന്നല്ല, അവരായിട്ടുണ്ട്. പക്ഷെ വളരെ കുറഞ്ഞ മാർക്ക് വാങ്ങിയ കുട്ടികളും കുറെ കാലം കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവര് നല്ല സക്സസ്ഫുൾ ആയിട്ട് വന്നത് കാണുന്നുണ്ട്. ഇതിൽ എനിക്ക് ചോദ്യം, അന്ന് എന്റെ അടുത്ത് പറഞ്ഞില്ല ഒരു ഓയിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഹെയർ ഓയിലിന്റെ, അത് അവൻ എത്ര മാർക്ക് ഉണ്ടായിരുന്നു? അവന്റെ മാർക്ക് എനിക്ക് ഓർമ്മയില്ല, എന്നാലും അവൻ നന്നായി പഠിക്കുന്ന കൂട്ടത്തിലായിരുന്നില്ല. അവൻ പിന്നെ ഒരു പിൻബെഞ്ച് സ്റ്റുഡന്റ് ആയിരുന്നു. അത് മാത്രമല്ല പിന്നെ നമ്മൾ അക്കാഡമിക്കിൽ ഭയങ്കരമായിട്ട് എണ്ണുന്ന സ്റ്റുഡന്റ് ആയിരുന്നില്ല. ഏതായാലും ആ ഒരു പിന്നെ പേര് നമ്മൾ പുള്ളിയോട് ചോദിക്കാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ പറയണ്ട. പിന്നെ അവനിപ്പോ ഒരു കോടീശ്വരനാണെന്നുള്ള കാര്യം നമുക്കറിയാലോ. അതുപോലെ എത്രയോ സ്റ്റുഡൻസ് നമുക്ക് നമ്മളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഫേസ്ബുക്കിലും അതുപോലെ മെസ്സഞ്ചറിലൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ പിന്നെ നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള കുട്ടികൾ, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ലൈഫ് ജീവിക്കുന്ന കുട്ടികൾ, അവരെല്ലാം നല്ല മാർക്ക് വാങ്ങിയ കുട്ടികളല്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ 60, 65, 70% മാർക്ക് വാങ്ങിയ കുട്ടി അവൻ ഓർമ്മിച്ച് അന്ന് എഴുതാൻ പറ്റാത്ത അല്ലെങ്കിൽ അന്ന് തലവേദന ഉള്ളവനായിരിക്കും. എക്സാമുള്ള ദിവസം അവന് തലവേദന വന്നിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സംഭവത്തിനാലായിരിക്കും അവന് നല്ല മാർക്ക് കിട്ടാതിരുന്നത്. അപ്പൊ അവന് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത്. ശരിയാണ്, മാർക്ക് ഉള്ളവന് വിജയിക്കില്ല എന്നല്ല, രണ്ടുപേർക്ക് ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി നമ്മളവിടെ കൊടുക്കും. അതാണ് ഇല്ലാത്തവനും
ഉയരണല്ലോ. അതാണ് അതാണ് ആ വ്യത്യാസത്തിനെ പറ്റി അവിടെ എന്തുകൊണ്ടാണ് നമ്മൾ യൂറോപ്പിൽ പഠിക്കാൻ കൊണ്ടുപോകുന്നത് എന്നുള്ളതിനെ പറ്റി പറയാൻ എനിക്ക് അതാണ്. പിന്നെ വേറൊരു പോയിന്റ് കണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ നാട്ടിലത്തെ സ്റ്റുഡൻസ് കൂടുതലും ഡിപ്പെൻഡന്റ് ആണ്, പാരന്റ്സ് ആയിട്ട് ഭയങ്കര ഡിപ്പെൻഡന്റ് ആണ്. അവരുടെ മാസ ചെലവായിക്കോട്ടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിപ്പെൻഡന്റ് ആണ്. യൂറോപ്പിലൊക്കെ പോകുന്ന സ്റ്റുഡൻസ് ഒക്കെ അവർ ഇൻഡിപെൻഡന്റ് ആണ് മാക്സിമം. സ്വന്തമായിട്ട് ഇപ്പം നമ്മൾ ലാസ്റ്റ് ഇയർ നമ്മൾ പോയ അമേരിക്കയൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഇവരൊക്കെ ജീവിത ചെലവ്, അറ്റ്ലീസ്റ്റ് ജീവിത ചെലവെങ്കിലും സ്വന്തമായിട്ട് ഉണ്ടാക്കി നോക്കുന്ന കുട്ടികളാണ് മാക്സിമം ഉള്ളത്. ആറ്റിറ്റ്യൂഡ് മാറുമല്ലോ. അതെ, ലൈഫിനോടുള്ള ആറ്റിറ്റ്യൂഡ് മാറുമല്ലോ അതോടുകൂടി. നമ്മുടെ ഏർണിംഗ് മെന്റാലിറ്റി കൂടി വരും. അപ്പൊ ഈ കോളേജ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്ക് ശരിക്കും എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു മെച്യൂരിറ്റി അവർക്ക് വരികയാണ്. ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇവിടെ വെറും പഠിക്കാൻ വേണ്ടി മാത്രം പോയി അതിന്റെ കൂടെ വേറെ എന്തെങ്കിലും തമാശകളിലും എന്റർടൈൻമെന്റിലും മാത്രം ഏർപ്പെട്ട് കഴിഞ്ഞ് പഠനം കഴിഞ്ഞാലും ആ ഒരു ഗ്യാപ്പ് ആ കുട്ടിക്കുണ്ട്. അവിടെ അങ്ങനെയല്ല, ഡയറക്റ്റ് ജമ്പ് ചെയ്യാൻ അവന് പറ്റും, ലൈഫിലേക്ക് ജമ്പ് ചെയ്യാൻ പറ്റും. ഓൾറെഡി അത് എക്സ്പീരിയൻസ് കഴിഞ്ഞു. ഞാൻ ഈ ഒരു ഇതിൽ നാട്ടിൽ പഠിച്ച ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്. അപ്പൊ ഞാൻ മനസ്സിലാക്കി അറിയാം, നമുക്ക് ആ ഒരു കോളേജിൽ സ്കൂളിൽ നിന്ന് ലൈഫിലേക്കുള്ള ട്രാൻസിഷൻ അവിടെ നമ്മുടെ കോളേജിൽ മെയിൻലി നടക്കുന്നില്ല. അവിടെ ജസ്റ്റ് ഒരു പഠിക്കുക, സ്കൂളിലെ പോലെ തന്നെ കുറെ കാര്യങ്ങൾ പഠിക്കുക, വൈഹാട്ട് പഠിക്കുക, എക്സാം എഴുതുക പോവുക, ആ ഒരു ട്രാക്കിൽ തന്നെയാണ് ഇപ്പോൾ നാട്ടിലത്തെ. ശരിക്കും നമ്മൾ ഈ ഡിസ്കഷൻ വളരെ നല്ലതായിട്ട് പോകുന്നത്. കാരണം പലപ്പോഴും ഈ സ്റ്റഡി അബ്രോഡിനെ പറ്റി പറയുമ്പോൾ ആൾക്കാർ ഇങ്ങനെയുള്ള ആംഗിളിലൊന്നും നോക്കില്ല. വേണേ നമുക്കിങ്ങനെ പറയാം, യൂറോപ്പ് പഠിക്കാനുള്ള ആഗ്രഹം, പുറത്ത് പഠിക്കാനുള്ള ആഗ്രഹം, അതുകൊണ്ട് പോകുന്നു. അല്ലെങ്കിൽ കൂടുതൽ ശമ്പളമുള്ള ജോലിയിലേക്ക് പോകാൻ അതുകൊണ്ട് പോകുന്നു. അതിനേക്കാളും ഉപരി അവർ പഠിക്കുന്ന സമയത്ത് അവരിലുണ്ടാകുന്ന ഡെവലപ്മെന്റ്സ് അത് ഭയങ്കര വ്യത്യാസമാണ് നാട്ടിൽ പഠിക്കുന്നതും പുറത്ത് പഠിക്കുന്നതും തമ്മിൽ. അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിയാണ്. ഈ ഡെവലപ്മെന്റിന്റെ കാര്യം പറയുമ്പോഴാണ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിലൊരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ ഇയാള് ഇപ്പം ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. ഏകദേശം 30+ ഏജ് ഉണ്ട്, 32 ഏജ് ആണ്. അവിടെ ഒരു ഖത്തർ എയർവേസിന് തന്നെ ഫുഡ് സപ്ലൈയിൽ അങ്ങനെ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്, അക്കൗണ്ടന്റ് പോലെ. അപ്പൊ ആള് പറയുന്ന പറഞ്ഞാല് അവിടെ വർക്ക് ചെയ്യുമ്പോൾ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ടാവും, യൂറോപ്പിൽ നിന്ന് വരുന്നുണ്ടാവും, അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ടാവും. ഇവര് കണ്ട മെയിൻ ഡിഫറൻസ്, വെസ്റ്റിൽ നിന്ന് വരുന്നതിന്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് അവര് ഭയങ്കര ഇതാണ്, ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര ഗ്രാബ് ചെയ്യും. പിന്നെ പ്രസന്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു മടി ഉണ്ടാവില്ല, എന്ത് സംസാരിക്കാനൊന്നും മടി ഉണ്ടാവില്ല, ആശയങ്ങൾ ഉന്നയിക്കാനൊന്നും. നമ്മുടെ നാട്ടിലത്തെ ആൾക്കാരാണെങ്കിൽ ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് എന്ത് കാര്യമാണെങ്കിലും ഭയങ്കര ചമ്മല്, മടി, ഒന്ന് പിന്തിരിയായിരിക്കും. അപ്പൊ അത് ഭയങ്കര ഒരു വ്യത്യാസമായിട്ട് പുള്ളിക്ക് തോന്നി. അപ്പൊ ഇവരത് പഠിച്ചെടുക്കുമ്പോൾ തന്നെ ഇവർ ഓൾറെഡി വലിയ പൊസിഷൻ മാനേജർ ആയിട്ടുണ്ടാവും, അല്ലെ ഏറ്റവും ടോപ്പ് ലെവൽ പൊസിഷൻ. ഇവരത് പഠിച്ചെടുക്കുന്ന, ഇവർ എൻട്രി ലെവലിൽ നിന്ന് ഇത് പഠിച്ചെടുത്ത് ആ ലെവൽ ഇവർ അവരെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ലെവലിൽ എത്തുമ്പോൾ തന്നെ ഇവർ ഓൾറെഡി വലിയ ഹൈ പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവും. അത് യൂണിവേഴ്സിറ്റിയുടെ വ്യൂ തന്നെ നോക്കിയാൽ പോരെ. നമ്മളിപ്പോൾ അൽബേനിയയിലെ CIT-യുടെ ഒരു ഒഫീഷ്യലിനോടോ അല്ലെങ്കിൽ അതോറിറ്റിയിലുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവരാദ്യം പറയുന്നത് ഇവരൊക്കെ ബൈ ഹാർട്ട് പഠിച്ച് നല്ല ഉഷാറാവുന്നില്ലല്ലോ. അവർ പറയുന്ന ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ പറ്റിയാണ് പറയുന്നത്, എക്സ്പോഷറിനെ പറ്റിയാണ് പറയുന്നത്, ഇൻഡസ്ട്രിയെ പറ്റിയാണ് പറയുന്നത്, ആൾക്കാരിൽ വരുന്ന സ്വഭാവത്തിലുള്ള മാറ്റങ്ങളാണ് പറയുന്നത്, അല്ലെ, ലൈഫിലേക്കുള്ള നോട്ടാണ് പറയുന്നത്. അപ്പൊ ഇത് വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവുമല്ലോ. പിന്നെ CIT ശരിക്കും ഒരു വ്യത്യസ്ത യൂണിവേഴ്സിറ്റിയാണ് വെച്ചാൽ അത് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പറയാനുണ്ട്, അത് NGO ആണ്. അവര് അക്കാഡമിക് ഡെവലപ്മെന്റ്, സ്റ്റുഡന്റ് അക്കാഡമിക് ഡെവലപ്മെന്റിന് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്ത ഒരുപാട് സ്കോളർഷിപ്പ് പ്രോഗ്രാമുകൾ. എനിക്ക് ഇപ്പൊ റീസെന്റ് ആയിട്ട് ലാസ്റ്റ് വീക്ക് റിലീസ് ചെയ്ത സ്കോളർഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു സ്റ്റുഡന്റ് 90% മാർക്ക് മേലെ ഉണ്ടെങ്കിൽ 30 to 40% ഫസ്റ്റ് സെമിസ്റ്റർ ഫ്രീ. ഫസ്റ്റ് സെമിസ്റ്ററിൽ 9 CGPA കീപ്പ് ചെയ്യുകയാണെങ്കിൽ അടുത്ത സെമിസ്റ്റർ ഫ്രീ, സെക്കൻഡ് സെമിസ്റ്റർ കീപ്പ് ചെയ്യുകയാണെങ്കിൽ അടുത്ത സെമിസ്റ്റർ ഫ്രീ. പിന്നെ CIT-ന്റെ കേസിലാണെങ്കിൽ മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസും 9 മേലെ CGPA ഉള്ള കുട്ടികളാണ്. എനിക്ക് ആ NGO-യുടെ ആ പോയിന്റ് എനിക്ക് ഇപ്പോൾ അടുത്താണ് എനിക്ക് മനസ്സിലായി, നീ അന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ അതിന് മുമ്പ് എങ്ങനെ ആലോചിക്കാറുണ്ട്, ഇങ്ങനെ ഇത്രയും സ്കോളർഷിപ്പ് കൊടുത്തിട്ട് അവർ പഠിപ്പിച്ചിട്ട് എന്തിനാണ് അവർക്ക് ഫിനാൻഷ്യലി അവരെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുള്ളത്. അപ്പൊ അവരാ ഒരു സേവന മെന്റാലിറ്റിയോട് കൂടി തന്നെയാണ്. ഇപ്പൊ 90% മേലുള്ള കുട്ടികൾക്ക് ഡയറക്റ്റ് പോകുമ്പോൾ തന്നെ 30% 30 to 40% അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാണല്ലോ, സ്കോളർഷിപ്പ് കൊടുക്കാണല്ലോ. അത് കഴിഞ്ഞിട്ട് അവൻ നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ അതിനുശേഷം പിന്നെ ഫുൾ ഫ്രീ ആണല്ലോ, അടുത്ത സെമസ്റ്റർ ഫുൾ ഫ്രീ അല്ലേ. അപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് ഒന്നും കിട്ടാനില്ലല്ലോ, ഫീ കിട്ടുന്നില്ലല്ലോ, ഒന്നും കിട്ടുന്നില്ല, ആകെ കിട്ടുന്ന €1000 ഒക്കെയാണ്. അത് മാത്രമല്ല, അപ്പൊ അതങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് 1-2 കുട്ടികൾ അല്ലല്ലോ, അവരുടെ ആവറേജ് തന്നെ എത്ര പെർസെന്റേജ് 9.2 ആണ് ആവറേജ് കിട്ടുന്നത്. അപ്പൊ 9.2 ആവറേജ് ഉണ്ട് അവിടുത്തെ കുട്ടികൾക്ക് ആവറേജ് ഉണ്ടെന്ന് പറയുമ്പോൾ എത്രയോ കുട്ടികൾക്ക് അവർ ഫ്രീ ആയിട്ട് പഠിപ്പിക്കേണ്ട അവസ്ഥ വരുന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഇവിടുന്ന് പോകുന്ന എലോറിയ വഴി പോകുന്ന ഒരു കുട്ടി അവന് ഫുള്ളായിട്ട് ഫ്രീ ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, നന്നായി വർക്ക് ചെയ്യാൻ തയ്യാറുവാണെങ്കിൽ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും.
അതാണല്ലോ അതിൽ നിന്ന് മനസ്സിലാവുന്നത്. ന്റെ മാത്രമേ ഇപ്പൊ നഴ്സിംഗ് ഫിസിയോതെറാപ്പി അപ്പുറം സൈഡിൽ വേറെ ഉണ്ട്. അപ്പൊ അതും ഇവരെ പോലെ അത്ര സ്കോളർഷിപ്പ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല ഹൈലി 16 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള കോളേജാണ്. ഈ നഴ്സിംഗിന് കൺസിസ്റ്റന്റ് ആയിട്ട് സ്റ്റുഡൻസിന് എന്താ പറയാ നല്ല ക്ലിനിക്കൽ അവേഴ്സ് ഒക്കെ പ്രോപ്പറായി കൊടുത്ത് ഇൻട്രസ്റ്റ് മെഡിറ്ററേനിയൻ യൂണിവേഴ്സിറ്റിയിൽ നഴ്സിംഗ് ആയിക്കോട്ടെ ഫിസിയോതെറാപ്പി ആയിക്കോട്ടെ കൺസിസ്റ്റന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു സെമിസ്റ്ററിൽ 60 hours ആയിട്ടാണ് യൂറോപ്യൻ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് കൺസിസ്റ്റന്റ് അടിപൊളി അവർ തന്നെ 85% പ്ലേസ്മെന്റ് അവർ യൂണിവേഴ്സിറ്റി ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒന്നാണിത്. നമുക്കൊരു ക്ലാരിറ്റി കൊടുക്കാം, വ്യൂവേഴ്സിന് ഒരു ക്ലാരിറ്റി കൊടുക്കാം. ഇപ്പം മെഡിറ്ററേനിയൻ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അൽബേനിയയിലെ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ചെയ്യുന്നത് 2 സ്റ്റഡി അബ്രോഡ് പ്രോഗ്രാമാണ് ജോബ് ഗ്യാരണ്ടീഡ് ആയിട്ട് കൊടുക്കുന്നത്. ഒന്ന് നഴ്സിംഗ് ആണ്, ഒന്ന് ഡോക്ടറാണ്. ഡോക്ടർ മീൻസ് ഫിസിയോ ഡോക്ടർ. അത് 3 വർഷം കൊണ്ട് ഡോക്ടർ ആവുകയാണ് ഒരാൾ. ടൈറ്റിൽ യൂറോപ്യൻ രാജ്യത്ത് ഡോക്ടർ എന്നുള്ള ടൈറ്റിലോട് കൂടി വർക്ക് ചെയ്യാൻ. ഈ പോയിന്റ് പറയുമ്പോഴാണ് നമുക്കിപ്പോ ഈ കൊല്ലം മാത്രം നീറ്റ് എഴുതാതെ തന്നെ ഫിസിയോതെറാപ്പി പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഒറ്റ ചാൻസും കൂടി, ഒറ്റ ചാൻസ്. അടുത്ത കൊല്ലം തൊട്ടിട്ട് നീറ്റ് പാസ്സായ മാത്രമാണ് നാട്ടിലേക്ക് തിരിച്ചു വന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഫിസിയോതെറാപ്പി പഠിക്കാൻ പോവാണെങ്കിൽ. അതെ 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 അതെ, റിസ്ക് ആണ്. അങ്ങനെ നീറ്റ് ഇല്ലാതെ പോകുന്ന അടുത്ത വർഷം മുതൽ റിസ്ക് ആണ്. ഈ പ്രാവശ്യം നീറ്റിന്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ നിങ്ങൾ ഈ മെഡിറ്ററേനിയൻ്റെ സ്റ്റഡി അബ്രോഡ് പ്രോഗ്രാമിൽ ചേരുക, ലോറിയ തരുന്ന സ്റ്റഡി അബ്രോഡ് പ്രോഗ്രാമിൽ ചേരുക. എന്നിട്ട് ഫിസിയോതെറാപ്പി പഠിക്കുക. 3 വർഷം മാത്രം പഠിച്ചാൽ മതി. അതിനുശേഷം നിങ്ങളുടെ ഡോക്ടർ ടൈറ്റിൽ നിങ്ങൾ ഡോക്ടർ എന്നായിരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് യൂറോപ്പിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഉടനെ തന്നെ നിങ്ങൾ ജോബ് ഗ്യാരണ്ടി തരികയാണ്. അതാണ് ഈ പ്രോഗ്രാം. അതെ അതെ. ജോബിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കണ്ടീഷൻസ് കൂടെ ജസ്റ്റ് മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ആർക്കും ജോലി കൊടുക്കാൻ കൃത്യമായിട്ടൊന്ന് ആദ്യം പറഞ്ഞു കൊടുക്കും. ഓക്കെ, നമുക്ക് 4 കണ്ടീഷൻസ് ആണ് വരുന്നത്. ശരിക്കും 2 കണ്ടീഷനേ ഉള്ളൂ, മറ്റു 2ഉം ഒബ്വിയസ് കാര്യങ്ങളാണ്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് പാസ്സാവുക, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാത്ത ഒരാൾക്ക് നമുക്ക് എന്തായാലും പ്ലേസ്മെന്റ് കൊടുക്കാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ജർമ്മൻ B2 ലാംഗ്വേജ് കംപ്ലീറ്റ് ചെയ്യുക. യൂണിവേഴ്സിറ്റി തന്നെ ജർമ്മൻ ലാംഗ്വേജ് ഒക്കെ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ വ്യൂവേഴ്സിനോട് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ജർമ്മൻ ലാംഗ്വേജിന്റെ കാര്യം. ഇപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് നമ്മളൊരു അതിനായിട്ടൊരു വർഷം ഇവിടെ കേരളത്തിലോ അല്ല മറ്റ് സ്ഥലങ്ങളിലോ ഒരു സെൻറ്ററിൽ പോയി പഠിച്ച് അതിന് വലിയ പൈസ ചിലവാക്കി പാസ്സാകാൻ വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് അൽബേനിയയിൽ പോവുക, അവിടുത്തെ കോഴ്സിന് ജോയിൻ ചെയ്യുക. പാരലായിട്ട് നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് ആ യൂണിവേഴ്സിറ്റി തന്നെ തരും. അങ്ങനെ നിങ്ങൾക്ക് കുറേ സമയം കൊണ്ട് പഠിച്ചാൽ മതി. അപ്പോൾ അത് പഠിച്ചു തീർത്താൽ B2 ലെവല് നിങ്ങൾക്ക് എക്സാം പാസ്സായാലും മാത്രമേ ജോബ് ഗ്യാരണ്ടി തരാൻ പറ്റൂ എന്നുള്ളതാണ് ആദ്യം ഇപ്പോൾ പറഞ്ഞത്. അതെ അതെ അതെ. അല്ലാതെ അവർക്ക് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അൽബേനിയ തന്നെ സ്റ്റേ ബാക്ക് ഉണ്ട്. നഴ്സിംഗ് IT ഇല്ല, IT അൽബേനിയ നിൽക്കാത്തതാണ്. നഴ്സിംഗിന്റെ കാര്യത്തിൽ ഫിസിയോതെറാപ്പിന്റെയും ചെറിയ ഓപ്പർച്യൂണിറ്റീസ്. നഴ്സിംഗ് അവർക്ക് അൾജീരിയൻ ലാംഗ്വേജ് പഠിക്കണ്ടേ? അല്ല, അൽബേനിയൻ ലാംഗ്വേജ് കരിക്കുലത്തിൽ ഇൻക്ലൂഡ്. അത് നമ്മളെ ഏത് യൂറോപ്യൻ രാജ്യം എടുത്താലും ആ രാജ്യത്ത് ആ ഏത് സിലബസിലും അവരുടെ ലാംഗ്വേജ് കരിക്കുലത്തിൽ ഇൻക്ലൂഡ്. മെഡിക്കലിന് പ്രത്യേകിച്ച് കാരണം ഒരു നേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്ന പേഷ്യൻസിന് ആ അൽബേനിയൻ ലാംഗ്വേജ് മാത്രമേ അറിയൂ. അപ്പൊ അത് അറിയാതെ അവനവിടെ പോയിട്ട് അല്ല അവിടെ പോയിട്ട് ജോലിയായിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് അവരുടെ എക്സാമിലും ഇതിലൊക്കെ അൽബേനിയൻ ലാംഗ്വേജ് പറയുന്നത്. എന്ന് വെച്ചാൽ കോമ്പറ്റേറ്റീവ് എക്സാമിൽ ജോലി കിട്ടാൻ വേണ്ടിയുള്ള എക്സാം, അല്ലാതെ യൂണിവേഴ്സിറ്റി എക്സാം പ്യൂർലി ഇംഗ്ലീഷ് ആണ്. അപ്പോൾ നമുക്ക് ഈ അൽബേനിയൻ ലാംഗ്വേജിന് ട്രെയിനിങ് പാരലലി കൊടുക്കുന്നുണ്ട്. അതൊരു കമ്പൽസറി കോഴ്സ് പോലെയാണ്. ജർമ്മൻ ലാംഗ്വേജ്, ഇറ്റാലിയൻ ലാംഗ്വേജ് ആണ് ഓപ്ഷണൽ കോഴ്സ് ആയിട്ട് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അത് പഠിക്കാൻ നല്ലതായിരിക്കും. ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് പ്ലേസ്മെന്റ് കൊടുക്കാൻ പറ്റും B2 കിട്ടുകയാണെങ്കിൽ. ഇറ്റാലിയൻ ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റിന് തന്നെ പല ഇറ്റലി പോകുന്ന പ്ലേസ്മെന്റ് കാര്യങ്ങൾ ഓപ്ഷൻസ് ഉണ്ട്. ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ ഓസ്ട്രിയയിൽ പോകാനുള്ള ഓപ്ഷൻ യൂണിവേഴ്സിറ്റിന് ഒരുക്കി കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പറയുന്നത് ജോബ് ഗ്യാരണ്ടിക്ക് വേണ്ട പ്രാഥമികമായിട്ട് അവർ കംപ്ലീറ്റ് ചെയ്യേണ്ട 4 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തത് പറഞ്ഞത് അവർ സക്സസ്ഫുള്ളി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. രണ്ടാമത്തത് ജർമ്മൻ ലാംഗ്വേജ് B2 പാസ് ആണ്. പിന്നെ 2ഉം കൂടി ഉണ്ട്. ഓക്കെ, അത് പറഞ്ഞിട്ട് ഇതിലേക്ക് കിടക്കാം. അതെനിക്കൊന്നും കൂടെ നല്ലത്. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കാം. അടിപിടി കേസുകള് അങ്ങനത്തെ കാര്യത്തിൽ ചാൻസ് ഉണ്ടോ? അൽബേനിയ അത്രയും പീസ്ഫുൾ ആയിട്ട് നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കിയാൽ മതി. ക്രൈം റേറ്റ് ഒക്കെ പറഞ്ഞാൽ വളരെ തുച്ഛമായ ക്രൈം റേറ്റ് ആണ്. അപ്പൊ നമ്മൾ അറിഞ്ഞുകൊണ്ട് പോയി പെടാതിരുന്നാൽ മതി. അതിനായിട്ട് പോയിട്ട് ഇപ്പോ ടൂറിസ്റ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ ഏറ്റവും ചൂസ് ചെയ്യുന്ന ഒരു രാജ്യമാണ് അൽബേനിയ. അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രാജ്യമായതുകൊണ്ട് മാത്രമല്ല. ഇപ്പൊ അവിടെ ആകെ 30 ലക്ഷം ആൾക്കാരേ ഉള്ളൂ. പക്ഷെ ടൂറിസ്റ്റുകളായിട്ട് ഒരു വർഷം വരുന്ന 1.25 കോടി ആൾക്കാർ. അത് വേറൊരു പോയിന്റുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് വരും. ഈ 1.25 കോടി ആൾക്കാർ വരുന്ന സ്ഥലത്ത് അൽബേനിയൻസ് എന്തായാലും അവർക്ക് വേണ്ടിയുള്ള ജോലികൾ ചെയ്യുന്നില്ല. അപ്പൊ ആ പാർട്ട് ടൈം ജോബായിട്ട് നമ്മുടെ സ്റ്റുഡൻസിനാണ് ആ ജോബും കൂടി കിട്ടുന്നത്. ഓപ്പർച്യൂണിറ്റി. അതെ അതെ.
അപ്പൊ പാർട്ട് ടൈം ജോബ് ഓൾമോസ്റ്റ് ഷുവർ ആണ് അൽബേനിയയിൽ പഠിക്കുകയാണെങ്കിൽ. അത് മാത്രമല്ല ഈ പാർട്ട് ടൈം ജോബിൽ അവർക്ക് നല്ലൊരു ഏർണിങ്സ് മാസത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഒരു മാസ ചെലവ് കംപ്ലീറ്റ്ലി അവർക്ക് പാർട്ട് ടൈം ചെയ്യാൻ എന്തായാലും അതിൽ എക്സ്ട്രാ അവർ കയ്യിൽ വെക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അവർക്ക് അവരുടെ ഫീസിലേക്ക് അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഫീസ് കംപ്ലീറ്റ്ലി പാർട്ട് ടൈം എന്നുള്ള രീതിയിൽ ഒരിക്കലും വിചാരിക്കേണ്ട. എന്തെങ്കിലും സിറ്റുവേഷൻ അറൈസ് ചെയ്യാലോ, ഒന്നും പറ്റാലോ. പിന്നെ ലാസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് അത് ഭയങ്കര ഒബ്വിയസ് കണ്ടീഷനാണ്. നാലാമത്തെ കണ്ടീഷൻ, ഞങ്ങൾ ഈ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യാം. ഈ കോപ്പറേഷൻ ചെയ്യാതെ നമുക്ക് ജോലി കൊടുക്കാൻ അനുഭവത്തിനാണ് പറയുന്നത്. പല ആൾക്കാരും അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവര് സപ്പോർട്ട് ചെയ്യാത്ത ആളുകളെ നമ്മൾ കാണാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് ഷുവർ ആയിട്ട് ജോലി കൊടുക്കുന്നൊന്നും പറയാൻ പറ്റില്ല. അബ്രോഡ് ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് വേണം. അബ്രോഡ് പോകുമ്പോൾ ഇഷ്യൂ അങ്ങനെ വരും എനിക്ക് തോന്നുന്നില്ല. അവിടുത്തെ സ്റ്റുഡൻസ് നമുക്ക് അങ്ങനെ ഇഷ്യൂ വന്നിട്ടില്ല. നാട്ടിലെ സ്റ്റുഡൻസിന്റെ ഇത് വരുത്തുണ്ട്, ഇഷ്യൂസ് വരുത്തുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ 4 കണ്ടീഷൻ. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ഒന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് B2 കംപ്ലീറ്റ് ചെയ്യുക, കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കുക. മൂന്നാമതായിട്ട് ഇഷ്യൂസ് കാര്യത്തിലൊന്നും പെടാതിരിക്കുക. ഫൈനലി നമ്മളായിട്ട് കോപ്പറേറ്റ് ചെയ്യുക. ഇത്രയും കണ്ടീഷൻസ് മാത്രം നമ്മൾ വെക്കുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് സക്സസ്ഫുള്ളി അവർക്ക് ജോബ് പ്ലേസ്മെന്റ്. ഇത്രയും കണ്ടീഷൻസ് ഒരു സ്റ്റുഡന്റ് ചെയ്യുകയാണെങ്കിൽ, അവർ കംപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഷുവർ ആയിട്ട് നമുക്ക് ജോലി കൊടുക്കാൻ പറ്റും. അതും പഠിച്ചു കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ ഒരു ജോലിയിൽ കയറിയിരിക്കും. കൺഫേം ആയിട്ട് കയറിയിരിക്കും. ഈ 6 മാസം ശരിക്കും പഠനത്തിന് മുന്നേ തന്നെ ജോലിയൊക്കെ സെറ്റ് ആയിട്ടുണ്ടാവും. അതെ. പക്ഷേ ഒരു വെക്കുകയാണ്. പക്ഷെ കഴിഞ്ഞ ഉടനെ തന്നെ സ്വാഭാവികമായിട്ടും ഒരു ജോലിയിലേക്ക് എത്തിയിരിക്കും. അതെ. പിന്നെ ഇതില് വേറൊരു പോയിന്റ് പറയുകയാണ്, ഇപ്പം ജോബ് ഗ്യാരണ്ടി അതിനകത്ത് തന്നെ നിങ്ങൾക്ക് ഇപ്പം ഒരു ചോദ്യം എന്തായാലും വരും. ഇപ്പം നമുക്ക് ജർമ്മനിയിൽ മാത്രമേ പോകാൻ പറ്റൂ, വേറെ എവിടെയും പോകാൻ പറ്റൂലേ എന്നുള്ളത്. അപ്പം അതിൻ്റെ ഇതായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. യൂണിവേഴ്സിറ്റി തന്നെ നിങ്ങൾക്ക് അൽബേനിയയിൽ നഴ്സിംഗിൻ്റെ കേസ് ആണെങ്കിൽ അൽബേനിയ സ്റ്റേ ബാക്ക് ഉണ്ട്. ഇറ്റാലിയൻ ലാംഗ്വേജ് സൈഡ് പ്രൊവൈഡ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഇറ്റലിയിലേക്ക് പോകാൻ പറ്റും. ഓസ്ട്രേലിയയിലേക്ക് പോകേണ്ട, ജർമ്മൻ ലാംഗ്വേജ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് പോകേണ്ട ഓപ്ഷൻ ഉണ്ട്. അതല്ല സെർബിയ എന്ന രാജ്യങ്ങളിൽ സ്റ്റുഡൻസിന് ഓപ്ഷൻസ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് യൂണിവേഴ്സിറ്റി നഴ്സിംഗിൻ്റെ കേസിൽ ഫിസിയോതെറാപ്പിൻ്റെ കേസിൽ യൂണിവേഴ്സിറ്റി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മിലിറ്ററി യൂണിവേഴ്സിറ്റി. അതേ സ്ഥാനത്ത് C8ന്റെ കേസിലേക്ക് വരുവാണെങ്കിൽ ഇവർക്ക് മാൻഡറ്ററി ഇന്റേൺഷിപ്പ് ഇടയ്ക്ക് കോഴ്സിന്റെ ഇടയിലുണ്ട്. 3 മാസത്തെ ഇന്റേൺഷിപ്പാണ്. അപ്പം അത് എന്ത് ചെയ്യുന്നത്, അത് എവിടെയാ കിട്ടുന്നത്, നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വാസ്റ്റ് നെറ്റ്വർക്കാണ്. അപ്പൊ നിങ്ങൾക്ക് എവിടെയാ കിട്ടുന്നത്, അൽബേനിയയിലേക്ക് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിന് കിട്ടുന്നുണ്ടാവുക. പക്ഷേ നിങ്ങൾ ഹൈലി കേപ്പബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് സ്പെയിനിൽ പോകുന്ന കുട്ടികളുണ്ട്, ഇറ്റലിയിൽ പോകുന്ന കുട്ടികളുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്റ്റുഡൻസിന് യൂണിവേഴ്സിറ്റി 3 months ഇന്റേൺഷിപ്പ് കൊടുക്കുന്നുണ്ട്, കമ്പൽസറി ഇന്റേൺഷിപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇന്റേൺഷിപ്പ് സ്റ്റുഡൻസിന് വാസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. യൂറോപ്പിന്റെ പല ഭാഗത്തേക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇന്റേൺഷിപ്പിന് പോകാൻ പറ്റും. ഇന്റേൺഷിപ്പ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ ജോലിയും കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ്, ഇത് റിയാലിറ്റി പറയും, മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് അൽബേനിയ തന്നെയായിരിക്കും ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ എക്സെപ്ഷൻ ആണെങ്കിൽ, നിങ്ങൾക്ക് നല്ല കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സ്പെയിൻ, ഇറ്റലി, ഫ്രാൻസ്, അങ്ങനെ പല യൂറോപ്പിന്റെ പല രാജ്യങ്ങളിലേക്ക് ഈ 3 മാസം ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റും. ഇത് മാസ്റ്റേഴ്സാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ മാസ്റ്റേഴ്സ് 6 months കമ്പൽസറി ഇന്റേൺഷിപ്പാണ്. 6 മാസത്തേക്ക് നിങ്ങൾക്ക് ഇത്ര വലിയ എക്സ്പോഷറാണ് നിങ്ങൾക്ക് CIT തരുന്നത് എഞ്ചിനീയറിംഗിന്റെ കേസ് പറയുമ്പോൾ. പിന്നെ ബാക്കി അറിയാമല്ലോ ഇപ്പോൾ ഇത്ര ഓപ്പർച്യൂണിറ്റീസ്. പിന്നെ CITന്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ ആൻഡ് IT എന്ന് പറഞ്ഞ കോഴ്സും ഉണ്ട്. പിന്നെ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ഡാറ്റാ സയൻസും. ഓക്കെ, ഈ 2 കോഴ്സുകളുണ്ട് സെപ്പറേറ്റ്. ഈ 2 കോഴ്സ്, ഈ 3 കോഴ്സുകളിൽ CIT ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ആ 3 കോഴ്സ് ഒന്നുകൂടി പറഞ്ഞാൽ ആൾക്കാർക്ക്. കമ്പ്യൂട്ടർ ആൻഡ് IT ഫസ്റ്റ് കോഴ്സ്. സെക്കൻഡ് കോഴ്സ് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലാണ്, അത് 2 ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡാറ്റാ സയൻസും. 2 കോഴ്സുകളുണ്ട് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അണ്ടറിൽ വരുന്നത്. ഈ 3 കോഴ്സുകളിൽ യൂണിവേഴ്സിറ്റി ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ 3 കൊല്ലം അൽബേനിയ പഠിക്കാം. കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് 1 year ഡ്യുവൽ ഡിഗ്രി ആയിട്ട് കാനഡയിൽ പോയി പഠിക്കാം. കാനഡയിൽ കൊണസ്റ്റാഗ യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ കമ്പ്യൂട്ടർ ആൻഡ് IT ആണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ജോർജിയൻ കോളേജിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. അതിനുശേഷം കാനഡയിൽ നിങ്ങൾക്ക് അവിടെ സെറ്റിൽ ചെയ്യാം. ഇവിടെ വിസ റിജക്ഷന് ചോദ്യമില്ല. നിങ്ങൾ യൂണിവേഴ്സിറ്റി ത്രൂ ആണ് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് കാനഡയിൽ സെറ്റിൽ ചെയ്യാൻ പറ്റിയ വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷനാണ് CIT ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, 3 കൊല്ലം CIT പഠിക്കുക, നിങ്ങൾക്ക് ഡിഗ്രി. 4th year കൊണസ്റ്റാഗ കോളേജ് അല്ലെങ്കിൽ ജോർജിയൻ കോളേജ് പഠിക്കുക. ഈ 4ാമത്തെ കൊല്ലം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 ഡിഗ്രി കിട്ടും. ഒന്ന് CITന്റെ ഡിഗ്രി കിട്ടും, രണ്ടാമത്തത് കാനഡയിലെ കൊണസ്റ്റാഗ കോളേജ് അല്ലെങ്കിൽ ജോർജിയൻ കോളേജിന്റെ ഡിഗ്രി കൂടെ ഡ്യുവൽ ഡിഗ്രിയാണ് കിട്ടുന്നത്. അപ്പൊ അവിടെ 3-4 വർഷം പഠിച്ചതിന് തുല്യമാണ്. അതും അതിന്റെ ഒരു ചെറിയൊരു ഫീസിൽ. അവിടെ ഫീസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ ഹൈ ഫീസ് ആണല്ലോ. അപ്പൊ ഫൈനൽ ഇയർ മാത്രമാണ് നിങ്ങൾക്ക് ആ ഫീസ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ആദ്യത്തെ 3 കൊല്ലം ചെറിയ ഫീസിൽ നിങ്ങൾക്ക് വെറും 3500 ഫീസിൽ എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാം. എന്ന് വെച്ചാൽ 3-6 വർഷം പഠിക്കുന്നതിന് പകരം 3-4 വർഷം പഠിച്ചാൽ മതി. 3-4 അവിടെ 4 കൊല്ലാണല്ലോ. 3-4-7 വർഷം പഠിക്കുന്നതിന് പകരമാണ്
നമ്മൾ 3-4 വർഷം കൊണ്ട് കംപ്ലീറ്റ് അതെ, ഇത് പഠിത്തം മാത്രമല്ല ഇതിന്റെ മെയിൻ പോയിന്റ്. ഇവർക്ക് കാനഡയിലേക്കുള്ള ഡയറക്റ്റ് എൻട്രി ആണ്. ഇപ്പൊ കാനഡയിലേക്ക് ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ് പോകുന്നതാണ് ഇപ്പൊ നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുണ്ട്. ഇപ്പൊ എല്ലാ പ്രശ്നവും ബുദ്ധിമുട്ടാണ്, കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഇന്ത്യൻസ് അധികം കൂടുതലാണ്. കുറച്ച് മുമ്പ് ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ ഉള്ള സ്ഥലമായിരുന്നു കാനഡ. ഓൾമോസ്റ്റ് മിക്കവാറും മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ അവരുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഇപ്പോൾ ഓൾറെഡി കാനഡയിൽ സെറ്റിൽ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ ആണ് CIT ത്രൂ കാനഡയിലേക്ക് പോകാം. ഇത് നല്ല റൂട്ടാണ്, കാനഡയിലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് നല്ല റൂട്ടാണ്. ഇനി വേണ്ടെങ്കിൽ പോകാൻ വേണ്ട, നമ്മളിവിടെ ജർമ്മനിയിൽ പ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ടല്ലോ, കണ്ടിന്യൂ ചെയ്യാം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് ഏകദേശം പ്ലേസ്മെന്റിന്റെ കാര്യമാണെങ്കിലും കോഴ്സിന്റെ കാര്യമാണെങ്കിലൊക്കെ ഡീറ്റെയിൽസ് വരുന്നത്. ഓക്കെ, ഏകദേശം കോഴ്സിന്റെ കാര്യമാണെങ്കിലും അതിന്റെ അവിടുത്തെ കോഴ്സുകൾ, അതിന്റെ പൈസ, ഫീസ് കാര്യങ്ങളൊക്കെ ഏകദേശം ഡിസ്കസ് ചെയ്ത്. അപ്പോൾ ഇപ്പം മിക്കവാറും സ്റ്റുഡൻസിന് ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ, എന്തിനാണ് നമ്മൾ അൽബേനിയ പഠിച്ചിട്ട് ജർമ്മനി തന്നെ ജോലി ചെയ്യുന്നത്? നമുക്ക് എന്തുകൊണ്ട് വേറെ നമ്മൾ ഡയറക്റ്റ് പ്ലേസ്മെന്റ് എന്തുകൊണ്ട് ജർമ്മനി കൊടുക്കുന്നുണ്ട്? അതിന്റെ ഒരു ഡീറ്റെയിലിംഗ് നമുക്ക് കൊടുക്കാം. എനിക്ക് തോന്നുന്നത് ജർമ്മനിയുടെ കാര്യം ഇപ്പോൾ ഏകദേശം ക്ലിയർ ആണ്, ആൾക്കാർക്കൊക്കെ ക്ലിയർ ആണ്. അത് വേണേൽ ഒന്നുകൂടി പറയാം. നമ്മളിപ്പോൾ അവിടെ നോക്കുകയാണെങ്കിൽ പോപ്പുലേഷൻ എല്ലാം ഏജ്ഡ് പോപ്പുലേഷൻ ആണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ഡാറ്റ പ്രകാരം 43 വയസ്സിൽ കൂടുതലുള്ള ആൾക്കാരെ അവിടെ ഉള്ളൂ എന്ന് പറയുന്നത്. ചെറിയ പോപ്പുലേഷനിലുള്ള ആൾക്കാർ ഇല്ല. അപ്പോൾ അവർക്ക് പുതിയ ജോലിയിലേക്ക് യൂത്ത് ഇല്ല. അപ്പോൾ അവർ നോക്കുന്നത് ഇന്ത്യയിലേക്കാണ്. ഇന്ത്യയിൽ യൂത്തിന്റെ ഒരു പ്രളയമാണ്, അല്ലെ, സാഗരയാണ്. അതാണ്. അപ്പോൾ നമുക്ക് ലോകത്തെമ്പാടുള്ള രാജ്യങ്ങളിലേക്ക് നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊടുക്കാൻ പറ്റുന്ന രാജ്യം ഇന്ത്യ തന്നെയാണ്. ഇന്ത്യന്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 30 താഴെയുള്ള ആൾക്കാരാണ് ഇപ്പൊ ഇന്ത്യയിൽ മെജോറിറ്റി. അതാണ് ആൾക്കാർ. അപ്പോൾ അവരെ നമ്മൾ ചാനലൈസ് ചെയ്തിട്ട് എവിടെയാണോ ജോലിയുള്ളത്, എവിടെയാണോ കൂടുതൽ സാലറി കിട്ടുന്നത്, അവിടത്തേക്ക് കൊണ്ടുപോവാണ്. ഇതാണ് അതിന്റെ യഥാർത്ഥ രൂപം. ഇപ്പോൾ ഡാറ്റ നോക്കുകയാണെങ്കിൽ 2040 ആകുമ്പോഴേക്ക് ഒരു 18 ലക്ഷം തൊഴിലവസരങ്ങൾ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ അതിന് എന്തുകൊണ്ടാണ് അവർ ഇന്ത്യയിലേക്ക് നോക്കുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നത്. മുമ്പ് ഇന്ത്യയിൽ 20,000 വിസ കൊല്ലത്തിൽ കൊടുക്കുന്നത്, ഇപ്പോൾ അവർ 90,000 വിസ ഇന്ത്യയിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവര് നമ്മൾ കൂടുതൽ ആൾക്കാർ അവർക്ക് വേണം, അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പം അതുകൊണ്ട് അവിടെ എന്തൊക്കെ തൊഴിലവസരങ്ങളാണോ വരുന്നത് അതൊക്കെ നോക്കിയിട്ട് അത് ലിസ്റ്റ് ചെയ്തിട്ട് അതിലേക്കുള്ള കോഴ്സാണ് നമ്മൾ അൽബേനിയയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ വെച്ച് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ടാക്സിന്റെ കാര്യം സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട്. ജർമ്മനിയിൽ ടാക്സ് കുറച്ച് ഹൈ ആണെന്ന് ഞാൻ കേൾക്കല്. ടാക്സ് ഉണ്ട്, ടാക്സ് കൊടുക്കണ്ട, വെറുതെ കൊടുക്കുന്നതല്ല, നമുക്ക് തിരിച്ചു വരാനുള്ള സാധനം തന്നെയാണ്. അപ്പൊ അത് ടാക്സ് എന്ന് പറയുന്ന സാധനങ്ങൾ ശരിക്ക് വെറും ഒരു ടാക്സ് ആയിട്ടല്ല കൊടുക്കുന്നത്, അതൊരു കോമ്പിനേഷനാണ്. അപ്പൊ അതിൽ ആ കൊടുക്കുന്ന എമൗണ്ടിൽ നമുക്ക് പെൻഷനായിട്ട് വരുന്ന എമൗണ്ട് അതിൽ വരുന്നുണ്ട്, നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട്, പ്രൈവറ്റ് സെക്ടറിൽ പെൻഷൻ കിട്ടുന്നതാണ് പറയുന്നത്. അതെ അതെ അതെ, നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ, അതിന് കോൺട്രിബ്യൂഷൻ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് വെച്ചിട്ടാണ് അതിന്റെ ഒരു ഡിനോമിനേഷനാണ് ഈ നമ്മുടെ എന്ത് ചെയ്യുക ഫ്യൂച്ചറിൽ നമുക്ക് പെൻഷനായിട്ട് വരാൻ വേണ്ടിയുള്ള. ഗവൺമെന്റ് നമുക്ക് ഇപ്പൊ പ്രൈവറ്റ് സെക്ടറിൽ ഞാൻ വർക്ക് ചെയ്ത ആളാണെങ്കിൽ ഗവൺമെന്റ് നമുക്ക് പെൻഷൻ തരും, നമ്മൾ ടാക്സ് മസ്റ്റ് ആയിട്ട് നമ്മൾ ആ പൈസ കൊടുത്തിരിക്കണം. മന്ത്ലി നമ്മളൊരു പൈസ അതിൽ നിന്ന് കട്ട് ചെയ്യും. ഓക്കെ, അത് വലിയൊരു എമൗണ്ട് ഒന്നും അല്ല. അപ്പൊ അത് മറ്റു പല രാജ്യങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ഇത് പലരും ആ ഒരു എമൗണ്ട് കൊടുക്കണമല്ലോ എന്നുള്ള പറയുന്നത്. പക്ഷെ അത് തിരിച്ചു വരുന്ന കാര്യം ഞാൻ പറയുന്നത്. അത് മാത്രമല്ല, നമുക്ക് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുകയാണ്. അപ്പൊ നമ്മൾ എത്രയാണോ സാലറി വാങ്ങിച്ചത് ആ മാസ സാലറിയുടെ 60% നമുക്ക് ഗവൺമെന്റ് തരും. ഇതൊക്കെ അവർക്ക് തരാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ അടുത്ത് വാങ്ങിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ഇത് വെറുതെ ഫ്രീ ആയിട്ട് ഒഴുകി കൊടുക്കുന്ന പൈസയല്ല, നമുക്ക് തന്നെ തിരിച്ചു വരാൻ വേണ്ടിയുള്ള പൈസയാണത്. നാട്ടിൽ നിന്ന് പെട്ടെന്ന് ജോലി പോയി എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കുന്ന പോലെ അവിടെ ടെൻഷന്റെ ആവശ്യമില്ല. അടുത്ത രാജ്യത്താണ് നമ്മൾ ജോലി കൊടുക്കാൻ പോകുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ നമ്മൾ അൽബേനിയയിൽ എന്തുകൊണ്ട് പഠിക്കുന്നത് എന്നുള്ള ചോദ്യം എന്തായാലും റൈസ് ചെയ്യും. അപ്പൊ അതിൽ ഞാൻ തന്നെ ഉത്തരം പറയാം. അൽബേനിയയിൽ നമ്മൾ ചെയ്യുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് അൽബേനിയ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. നമുക്ക് മൊത്തം എക്സ്പെൻസ്, ലിവിങ് എക്സ്പെൻസ്, നിങ്ങളുടെ അവിടുത്തെ ഫുഡ് ചെലവ്, ട്യൂഷൻ ഫീസ്, അങ്ങോട്ട് പറക്കേണ്ട പൈസ എല്ലാം കൂടിയിട്ടാണെങ്കിൽ ഓവറോൾ ചെലവ് വരുന്നവർ 20 ലക്ഷം രൂപയാണ്. 20 ലക്ഷം രൂപ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോണായിട്ട് മേക്കപ്പ് ചെയ്യാനുള്ള നമുക്ക് ഒരുപാട് ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആണ്. സ്റ്റുഡൻസ് നമ്മൾ കോൺടാക്ട് ചെയ്യണം, നമുക്ക് അത് പറഞ്ഞു കൊടുക്കാനുള്ളതേ ഉള്ളൂ. ഓക്കെ, അതാണ് നമ്മൾ അൽബേനിയ കൊടുക്കുന്നുണ്ട്. അതേസമയത്ത് ജർമ്മനിയിൽ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് തന്നെ ലിവിങ് എക്സ്പെൻസ് ഭയങ്കര ഹൈ ആണ്. പാർട്ട് ടൈം നിങ്ങൾക്ക് സൈഡ് പറഞ്ഞത് 20 ലക്ഷം പോക്കറ്റിൽ ഇട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല, ചെറിയൊരു എമൗണ്ട് മതി. അത് എത്രയാണെന്ന് അവർ വിളിക്കുന്നത് നമ്മൾ പറയാൻ പറ്റും. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും, പ്രശ്നമില്ല. ജർമ്മനിന്റെ കേസിലാണെങ്കിൽ നമ്മൾ 12 ഇയേഴ്സ് പഠിച്ചോണ്ട് ഒരു 1 ഇയർ എക്സ്ട്രാ സ്റ്റുഡന്റ് ലീഗ് പഠിക്കണം. പിന്നെ അവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ലിവിങ് കോസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർ പ്രൈവറ്റ് കോളേജാണ്, പ്രൈവറ്റ് കോളേജിന്റെ കോസ്റ്റുകളായിക്കോട്ടെ. പിന്നെ ലാംഗ്വേജ് പഠിച്ചിട്ട് പബ്ലിക്കിലാണ് പഠിക്കാൻ പോകുന്നെങ്കിൽ ലാംഗ്വേജ് പഠിച്ചിട്ട് പോകണം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അൽബേനിയയിൽ പോയിട്ട് യൂറോപ്യൻ ഡിഗ്രി എടുക്കൂ, ജർമ്മൻ ലാംഗ്വേജ് സൈഡ് ബൈ സൈഡ് പഠിക്കൂ, പഠിച്ചതിന് ശേഷം നേരെ ജർമ്മനിലേക്ക് പോകും. ആ ഒരു ഓപ്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഏകദേശം ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഒരു റാപ്പിഡ് ഫയർ പോലെ പൊതുവേ വരാൻ ചാൻസ് ഉള്ള കുറച്ച് ഡൗട്ടുകൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ചാൻസ് ചോദ്യം അൽബേനിയ സേഫ് ആണോ എന്നായിരിക്കും. അബ്രോഡ് പാരന്റ്സ് കുട്ടികളെ അയക്കാണ് ആദ്യമായിട്ട്. നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ തന്നെ പറയുമ്പോൾ അൽബേനിയ സേഫ് ആണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാം, അൽബേനിയയിൽ ഏറ്റവും കുറഞ്ഞ പിന്നെ ഡിസ്പ്യൂട്ടും ക്രൈമൊക്കെ പിന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് അൽബേനിയ. ലോകത്തിലെ മുഴുവൻ രാജ്യം എടുത്തു കഴിഞ്ഞാൽ ടോപ്പിൽ വരുന്ന സേഫ്റ്റിയുടെ കാര്യത്തിൽ ടോപ്പിൽ വരുന്ന ഒരു രാജ്യമാണ് അൽബേനിയ. അതിൽ പറയുകയാണെങ്കിൽ അതിൽ വേറൊരു പോയിന്റ് പറയുകയാണെങ്കിൽ അവർ ആരാധിക്കുന്ന ആൾക്കാരിൽ ഒരാൾ മദർ ടെറേസയാണ്. മദർ ടെറേസയുടെ ഫാമിലി അൽബേനിയയിൽ നിന്ന് ജീവിച്ചു വളർന്നുകൊണ്ട് അവരെ എയർപോർട്ട് പോലും മദർ ടെറേസിന്റെ പേരിലാണുള്ളത്. അപ്പൊ ശാന്തിയുടെയും സമാധാനത്തിന്റെയും നോക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, പിന്നെ ഒരു ചോദ്യം വരാൻ മറ്റേ പാർട്ട് ടൈമിന്റെ കാര്യം. അത് നമ്മൾ പാർട്ട് ടൈം കിട്ടുമോ ഇല്ലയോ, കിട്ടിയാൽ തന്നെ എത്ര ഏകദേശം ഏൺ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒരു ഡൗട്ടും സ്റ്റുഡൻസിന് വരാൻ ചാൻസ് ഉണ്ട്. പാർട്ട് ടൈമിന്റെ കാര്യം പറയുകയാണെങ്കിൽ അൽബേനിയയിൽ നമുക്ക് നല്ല അസിസ്റ്റൻസ് കൊടുക്കാൻ പറ്റും. മാത്രമല്ല നമ്മൾ ഈ പാസ്റ്റ് എക്സ്പീരിയൻസ് നോക്കുമ്പോൾ ആർക്കും അങ്ങനെ പാർട്ട് ടൈം ജോബ് കിട്ടാത്തതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ ഒരു മാസം 2 മാസം 3 മാസം ഒക്കെ കഴിയുമ്പോഴേക്ക് ഉറപ്പായി അവർക്ക് പാർട്ട് ടൈം ജോബ് അവരുടെ കയ്യിലുണ്ടാവും. എന്നിട്ട് അവർക്ക് കിട്ടുന്ന എമൗണ്ട് ഇപ്പോൾ 600, 650, 700 നമുക്ക് മിനിമം തന്നെ പറയാം. മിനിമം ഒരു 450 എങ്കിലും അവർക്ക് കിട്ടാൻ പറ്റും. 450 എന്തായാലും കിട്ടും. അതിന്റെ മുകളിലാണ് എല്ലാവരും. അത് ലോയാണ്. ഒരു 8 മണിക്കൂർ വീക്കിലി 6 days വർക്ക് ചെയ്യുകയാണെങ്കിൽ, പാർട്ട് ടൈം വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർ 450 എങ്കിലും കൊടുക്കണം. €450 അവരുണ്ടാക്കും. അതിൽ അവർക്ക് ചെലവ് വരുന്നത് എത്രയാണ്? ഒരു 200-250 euro ആണ് മാക്സിമം അവർക്ക് ചെലവ് വരുന്നുള്ളൂ. അതിലും കുറവ് നിങ്ങൾക്ക് കിട്ടുകയാണ്, 450 കുറവ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും നോക്കണ്ട, അൽബേനിയൻ ഗവൺമെന്റിൽ പോയി കംപ്ലൈന്റ് കൊടുത്തേക്ക്, ഈ കമ്പനി എനിക്ക് അതിൽ തരുന്നില്ല. അല്ലെങ്കിൽ അതിലും കുറവ് കിട്ടുന്ന സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ. അത് വരുന്ന പറഞ്ഞാൽ 8 മണിക്കൂർ വർക്ക് ചെയ്യുന്നതിന്റെ പകരം നിങ്ങൾ 5 മണിക്കൂർ ആഴ്ചയിൽ 2 ദിവസം 3 ദിവസം ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ എന്തായാലും അതിൽ കുറവ് കിട്ടും. അല്ല, നമുക്ക് വേണമെന്നുണ്ട്, ഒരു സ്റ്റുഡന്റിന് വേണമെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, സമയമുണ്ട്, എല്ലാം. ഓക്കെ, നമ്മൾ ഏകദേശം ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇനി വലിയ ഡൗട്ട് ഒന്നും എനിക്ക് ഉണ്ടാവും തോന്നുന്നില്ല. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ ഡയറക്റ്റ് എലോറിയനെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ എലോറിയത്തെ കൗൺസിലേഴ്സ് എന്ത് ചെയ്യും, ബാക്കി ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ കൊടുക്കും. ഓക്കെ, അപ്പം ബാക്കി എന്ത് ചെയ്യാം, എലോറിയയിൽ നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് നേരിട്ട് കാണാം. ഓക്കെ.